നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീട്രൂട്ട് തോരനാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു 4 ബീട്രൂട്ട് നല്ലതുപോലെ ചെറുതായിട്ട് അതിന്റെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. കുറച്ച് തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുറച്ച് തേങ്ങ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ അതിലൊരു 3-4 പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ആ പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി, വല്ലാതെ ഇങ്ങനെ അരച്ച് കളയേണ്ടത്, ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രഷ് ചെയ്ത മുളകും തേങ്ങയും കൂടി ഒന്ന് മാറ്റി വെക്കാം. നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായ ഫ്രൈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇടാം. കടുക് നല്ലപോലെ പൊട്ടി വരണം. നല്ലപോലെ പൊട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് നല്ല ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഒരുപാട് കട്ടിയിലൊന്നും അരിഞ്ഞെടുക്കരുത്. നല്ലപോലെ ഒന്ന് ഇതുപോലെ കുറച്ച് ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടായിരിക്കും കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആവാത്തൊരു ഭാഗം ഉണ്ടാകാൻ പാടില്ല. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു കാരണവശാലും മിക്സ് ചെയ്യുന്നതിന് നിങ്ങൾ ഒരു പിശുക്കും കാണിക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. എന്തായാലും 1 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും മുളകും, അത് രണ്ടും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിടുമ്പോഴായാലും എന്തിടുമ്പോഴായാലും നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നാലാണ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ടേസ്റ്റ് പിടിക്കുള്ളൂ. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് മൂടിയിട്ടിട്ട് ഒരു 3 മിനിറ്റ് വേവിക്കണം. അപ്പോൾ 2-3 മിനിറ്റ് വേവിച്ചാൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടിയിട്ട് വേവിക്കാം. വെജിറ്റബിൾസ് അധികം വേവിക്കേണ്ട കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. നമുക്ക് ഒരു 3 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി തുറന്ന് നോക്കാം. നല്ലപോലെ അത്യാവശ്യത്തിനുള്ള വേവ് ആയിട്ടുണ്ടായിരിക്കും. അധികം വേവിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾ നല്ലതല്ല. അത്ര വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് തേങ്ങ ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബൗളിലേക്ക് മാറ്റി വെക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണിത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.